നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് മാസം ഇനി 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ്. അതിൻ്റെ അപേക്ഷ നടപടികൾ ഇന്നു മുതൽ തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക, അതിന് എന്തെല്ലാം മാനദണ്ഡങ്ങളായിരിക്കും നമ്മൾ പാലിക്കേണ്ടത്, എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു വീട്ടിലുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ പെൻഷൻ. ഇതിനുള്ള മാനദണ്ഡങ്ങളായി സർക്കാർ പറയുന്നത് ഈ ഒരു പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകളായിരിക്കണം. വിധവാ പെൻഷനോ മറ്റ് ഡിസബിലിറ്റി പെൻഷനോ മറ്റ് കാർഷിക പെൻഷനോ ഒന്നും ലഭിക്കാത്ത ആളുകളായിരിക്കണം. നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കണം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളായിരിക്കണം. എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഇതിന് പുറത്തിറക്കിയിട്ടുള്ളത്. മാസം 1000 രൂപ വെച്ചായിരിക്കും അവരുടെ അക്കൗണ്ടുകളിൽ ഈ ഒരു പെൻഷനും എത്തുക. ഇതിനിപ്പോൾ ഒരു അപേക്ഷ ഫോം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഫേക്കായിട്ടുള്ള അപേക്ഷ ഫോം വന്നിട്ടുണ്ട്. അങ്ങനെ ഓഫ്ലൈൻ അപേക്ഷ ഫോം അല്ല ഇത് നൽകേണ്ടത്. നമ്മൾ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്ന് ഉച്ച മുതൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന നമ്മുടെ പാസ്പോർട്ട്, അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, ലൈസൻസ് പോലത്തെ നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന രേഖയും, ഇപ്പോൾ നമ്മൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളാണ് ഉപയോഗിക്കുന്നത് കാണിക്കുന്ന നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും, നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയുമാണ് ഇതിന് രേഖയായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഈ 3 രേഖകൾ വെച്ച് നമുക്കിതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക. ഇപ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ജനുവരി മാസം മുതൽ തന്നെ പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലേക്കാണ് ഈ ഒരു പദ്ധതിയുമായി സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഇവർക്കിപ്പോൾ മസ്റ്റിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വരും കാലങ്ങളിൽ മറ്റ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ മസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് കറക്റ്റായി തന്നെ കൊടുക്കുക. ആധാർ കാർഡിൽ തെറ്റുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി തന്നെ അവർക്ക് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നതാണ്. ഇതിനൊരു അവസാന തീയതി കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കണമെന്നില്ല. ഈ ഒരു മാസം അവസാനമാകുമ്പോഴേക്കും അപേക്ഷ കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മഞ്ഞയിലേക്ക് മാറാൻ അവസരമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് റേഷൻ കാർഡ് കളർ മാറ്റുക എന്നുള്ള കാര്യമെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.